പിതാവേ നിൻ സ്നേഹം എത്രയാഴമഗാധം. ഹീനനെന്നെ നേടുവാൻ കൈവിട്ടുവോ നിൻ സൂനുവേ. എത്ര നഷ്ടം വൻഖേദം മറച്ചുതാതൻ തന്മുഖം. ഏറെ സുത തേജസ്സേറാ തകർത്തു തൻ തനുജനേ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. തൂന്ന ക്രൂശിൽ പ്രിയൻ എൻ പാപഭാരമേറ്റതാ. നിന്ദിക്കുന്നോർക്കിടയിൽ ഞാൻ കേൾക്കു നീജനൻ സ്വരം. എൻ പാപത്താൽ താൻ ക്രൂശേറി സർവം നിവർത്തിയാവോളം തന്നന്ത്യശ്വാസം ജീവനാ തീർത്തവൻ എനിക്കായല്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാനും നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവൻ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലാഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രശംസിച്ചിടില്ലൊന്നിലും ജ്ഞാനം ശക്തിദാനത്തിൽ പുകഴ്ച ഒന്നതിൽ മാത്രം തൻ മൃത്യുവില്ലുത്ഥാനത്തിൽ തൻ മൃതി മൂലം വന്നേക്കും എന്തിനേകി ഏഴയ്ക്കാൻ ഒന്നിൻ വൃത്തിലറിയുന്നു ആ മുറിവിനാൽ സ്വതന്ത്രനാ. For this reason I bow my knees before the Father, from whom every family in heaven and on earth is named, that according to the riches of his glory he may grant you to be strengthened with power through his Spirit in your inner being, so that Christ may dwell in your hearts through faith, that you, being rooted and grounded in love, may have strength to comprehend with all the saints what is the breadth and length and height and depth, and to know the love of Christ that surpasses knowledge, that you may be filled with all the fullness of God.